വാസു അറസ്റ്റിലായി. ശബരിമല വിഷയത്തിൽ വാസു അവസാനം അറസ്റ്റിലായി. ഇനി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് മുൻ മന്ത്രി അടക്കമുള്ളവരാണ്. മാത്രമല്ല ഇപ്പോഴത്തെ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ സംശയ നിഴലിലാണ്. അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള അറസ്റ്റുകളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിച്ചിരുന്നത് സ്വർണ്ണപ്പാളി വിഷയവും സ്വർണവും അവിടെ നിന്ന് പണം അടിച്ചു മാറ്റുന്നതൊക്കെ കുറിച്ചായിരുന്നു നമ്മൾ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷെ അവിടെ അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. 2019 മുൻപ് വരെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷെ ആരും പുറം ലോകം അറിഞ്ഞിട്ട് പോലില്ല. പല കൊലപാതകങ്ങൾ പോലും ഹൃദയാഘാതമായി മാറുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവരുന്ന ചില ഗുണ്ടകൾ വരെ അതിനകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരെ അവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ അന്വേഷണമൊക്കെ വളരെ കൃത്യമായിട്ട് എത്തുമോ? ഈ വാസുവിൽ നിന്നും കടകംപള്ളിയിലേക്ക് ദൂരം എത്രയായിരിക്കും? പടിപടിയായി ചെറിയ മീനിൽ തുടങ്ങി വലിയ മീനിലേക്ക് ഇടത്തരം മീൻ വരെ ആയി കഴിഞ്ഞു. ഇനി ഈ സ്രാവിലോട്ടും കൂടി ചെന്ന് കഴിയുമ്പോൾ ആ ശൃംഖല പൂർണ്ണമാകും. അപ്പോഴേ മിക്കവാറും അത് പൂർണ്ണമാകുകയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും ഇത് ചെയ്തത്. ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളും അല്ലല്ലോ ഇത്. അതും മാത്രമല്ല, ഇത് ചെറിയ തുകയൊന്നും അല്ലല്ലോ, വൻ തുകകളല്ലേ. ഇവിടെ കേവലം ഒരു കിലോ സ്വർണം എന്ന് പറയുമ്പോൾ പരമാവധി വന്ന ഒരു കോടി രൂപയെ വരുന്നുള്ളൂ. ആ 1 കോടി രൂപ എന്നുള്ളതല്ല, ശബരിമലയിലെ അയ്യപ്പൻ്റെതായ വിഗ്രഹങ്ങളും കട്ടളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞിരുന്ന സ്വർണം പുറത്ത് കിട്ടിയാൽ അതിൻ്റെ മൂല്യം അമൂല്യമാണ്. അതുകൊണ്ടാണല്ലോ കോടതി പോലും ചോദിച്ചത്, സുഭാഷ് കപൂർ എന്ന 9,000 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത്, അമൂല്യ ക്ഷേത്ര പുരാവസ്തുക്കൾ കടത്തിയ ആളിനെ ഓർമ്മിപ്പിക്കുന്ന പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് താമസം എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും ചോദിച്ച ചോദ്യം. അതിന് മറുപടി കിട്ടിയല്ലോ, അദ്ദേഹം അറസ്റ്റിലായി. ഇനി അവിടം കൊണ്ട് ഇത് നിൽക്കുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായും അവിടം കൊണ്ട് നിൽക്കുമെന്ന് നമ്മൾക്ക് ഇതുവരെയുള്ളത് വെച്ചിട്ട് പ്രതീക്ഷിക്കാൻ വയ്യ. അതിന് മുകളിലേക്കൊക്കെ ഇത് അന്വേഷണം പോകും. എത്രത്തോളം വേഗത്തിൽ പോകും എന്നുള്ളത് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. മുൻമന്ത്രി അടക്കമുള്ളവർ ഇതിനകത്ത് പ്രതികളാകേണ്ടവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടോ? അത് ഇവരുടെ മൊഴികളിൽ നിന്ന് ഇനി വരും. ഇപ്പൊ തന്നെ ശ്രീവാസു എന്ന് പറയുന്നതിലും നല്ലത് പിന്നെ ഇപ്പം പുതിയൊരു പേരിടാം, സി വാസു എന്നിടാം. ചെമ്പ് അഥവാ കോപ്പർ വാസു എന്നിടാം. ഇനി അതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ സഖാവ് വാസു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും അദ്ദേഹം വരെ എത്തിയല്ലോ. അദ്ദേഹം എത്താൻ ഇടവരുത്തിയ മൊഴികൾ ആരുടേതാണ്? അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച സുധീഷ് കുമാറിൻ്റെയും ഒക്കെ ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ശ്രീ വാസുവിൻ്റെ മൊഴിയെടുപ്പും അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ വരുമ്പോൾ അതിനും മുകളിൽ നിന്നുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് എന്നുള്ള മൊഴി വന്നാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് അപ്പോഴും ഉണ്ടാകും. ഒരല്പം സമയമെടുക്കുമെന്നേ ഉള്ളൂ. കാരണം ഇത് ഈ അന്വേഷണം വന്നാലുള്ള, സത്യസന്ധമായ അന്വേഷണം വന്നാലുള്ള ഒരു ഗുണം ഇതാണല്ലോ. ഒന്ന് ശ്രീ ഗോപകുമാർ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് SITയുടെ ഈ അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലല്ലായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് തീരില്ലേ? തീർന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെ തീരും മിക്കവാറും. പിന്നല്ലെങ്കിൽ മുരാരിയിലോ സുധീഷ് കുമാറിലോ നിൽക്കും. അവിടെ കൊണ്ട് തീരുമായിരുന്നത് ഇപ്പോൾ നോക്കൂ, ഓരോ ആഴ്ച കഴിയും തോറും വലിയ വലിയ സ്രാവുകൾ, നെത്തോലിയുടെയൊക്കെ സീസൺ കഴിഞ്ഞ് ഇനി സ്രാവുകളിലേക്ക് നീളുകയാണ്. അത് ഈ ഒരു സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. മുൻകാലങ്ങളിലൊന്നും ശബരിമലയിൽ നടക്കുന്ന വിഷയങ്ങൾ പുറം ലോകത്തിന് അറിയാൻ മാർഗമില്ലായിരുന്നു. അതൊന്ന്. 2, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലുള്ള ആളുകളായിരുന്നു അന്ന്. ഇപ്പൊ കാര്യം മാറി. ഇപ്പൊ ഒരുപക്ഷെ ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് അമ്പലങ്ങളിലും ദൈവങ്ങളെയും ഒക്കെയാണ്. അതാണ് കുറച്ചുകൂടി എളുപ്പം. കാരണം അതാകുമ്പം പരാതി കൊടുക്കില്ലല്ലോ. അപ്പൊ അയ്യപ്പൻ നേരിട്ടിറങ്ങി വന്ന് എന്തായാലും പരാതി കൊടുക്കാൻ വകുപ്പില്ലല്ലോ. സ്വർണ്ണമല്ല ഇനി എന്ത് അടിച്ചുകൊണ്ട് പോയാലും. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ആ ഗൂഢാലോചനയുടെ ഫലമായി ഇതെല്ലാം നടത്തിയത്. അപ്പൊ ഇതിന് ഇപ്പോൾ ആളുകൾക്ക്
പണ്ട് മറന്നിരുന്നതും അതല്ലെങ്കിൽ പറ്റിപ്പോയി നമ്മൾ ഇനി എന്ത് ചെയ്യാനാണ്, അയ്യപ്പ സന്നിധാനത്തിലല്ലേ ദൈവവിധിയായിരിക്കും എന്നൊക്കെ കരുതിയിരുന്നവർക്ക് ഇപ്പോൾ ചില പ്രതീക്ഷകൾ വന്നിട്ടുണ്ട്. നമ്മളുടെ ആളുകൾക്കുണ്ടായ മരണം, കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെയുള്ള രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്, ഇത് ഏത് രീതിയിലായാലും, ആത്മഹത്യ ആയാലും കൊലപാതകമായാലും സ്വാഭാവിക മരണമായാലും അതിനെക്കുറിച്ചുകൂടെയൊക്കെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിലേക്കും കൂടെയൊക്കെ അന്വേഷണം പോയാൽ ഞെട്ടിപ്പിക്കുന്ന മറ്റു പലതും ചിലപ്പോൾ നമ്മൾക്ക് പുറത്തു വരും. അവിടെ പല മരണങ്ങളും പണ്ട് നടന്നിട്ടുണ്ട്. അതെല്ലാം കൊലപാതകങ്ങളാണെന്ന് അന്നേ ആക്ഷേപമുണ്ട്. പക്ഷേ ആ ആക്ഷേപങ്ങൾ അന്വേഷിക്കാമെന്ന രാഹുൽ ആർ നായരെപ്പോലുള്ള IPS പോലും ഇനി ഈ ശബരിമലയുടെ പടി കടന്ന് ഇയാളെ അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക്, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കൊക്കെ കത്തെഴുതിയ മഹാനാണ് ഇപ്പോൾ ഇന്നലെ അറസ്റ്റിലായ വാസു എന്ന് പറയുന്നത്. അപ്പോൾ വാസുവിന് അത്രത്തോളം സ്വാധീനമാണ് മന്ത്രിസഭയിലും മന്ത്രിമാരുടെ ഇടയിലും പാർട്ടിയിലും. അപ്പോൾ ഒരു IPS പടിയിറക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരെ രക്ഷിക്കാനായിരുന്നു? അവിടെ ഒരു ഗുണ്ടയായിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്കാരനെ രക്ഷിക്കാനായിരുന്നു. അപ്പോൾ ശബരിമലയിൽ നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, പല കൊലപാതകങ്ങളടക്കം അല്ലെങ്കിൽ ആത്മഹത്യകളടക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചിരിക്കാം. അത് ഹൃദയസ്തംഭനമായിട്ടോ ഹൃദയാഘാതം മൂലമൊക്കെ നടന്നു എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസുകൾ വരെയുണ്ട്. പക്ഷേ ചിലത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ആർ നായരെ പോലുള്ള ചില IPS ആ ശബരിമലയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വരെ ഇനി ഒരു പോലീസുകാരനും IPS ഈ ശബരിമലയുടെ പടി കടന്ന് മുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുക്കുന്ന തരത്തിലുള്ള കത്തെഴുതിയ ആളാണ് വാസു എന്ന് പറയുന്ന ആൾ, മുഖ്യമന്ത്രിക്കും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഒക്കെ. പക്ഷെ അതിനുശേഷം ഈ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് നടപ്പിലാക്കിയതെന്ന് വെച്ചാൽ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനെ രക്ഷിക്കാനായിരുന്നു. ആ സെക്യൂരിറ്റിക്കാരൻ ഈ പറഞ്ഞ പോലെ CPM മാത്രമല്ല, അവൻ പരമഗുണ്ടയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ആനയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ താമസം, ഈ ഗുണ്ടയുടെ താമസം. അയാൾ മ്യൂസിയത്തും പേട്ടയിലുമായിട്ട് ഏകദേശം 6-7ഓളം കേസുകളിൽ പ്രതി കൂടിയാണ്. അവനെ രക്ഷിച്ചെടുക്കാനാണ് വാസു അന്ന് കത്തെഴുതിയത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ സെക്യൂരിറ്റിക്കാർ, ഇത്തരത്തിലുള്ള ഗുണ്ടകളായിട്ടുള്ള സെക്യൂരിറ്റിക്കാരെ കൊണ്ട് സംരക്ഷിക്കേണ്ട ഇടമാണോ ശബരിമല? സെക്യൂരിറ്റി ഓഫീസർ എന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന ഒരു പേര് ഒരാളിന്, ഒരു സ്ഥാപനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്നെ ആ ഒരു നല്ല സുരക്ഷിതത്വം തരുന്ന ഒരു വ്യക്തി എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കും ആളുകൾ കാണുന്നത്. പക്ഷെ ആ വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം ഗുണ്ട ആയിരുന്നുവെങ്കിൽ ഈ ദേവസ്വം ബോർഡിലല്ല എവിടെയാണെങ്കിലും അതിനു വേണ്ടി ആയിരിക്കും അദ്ദേഹത്തെ നിയമിച്ചത്. അങ്ങനെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അബദ്ധവശാലും സംഭവിക്കാം. എങ്ങനെയായാലും മറ്റൊരാളിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയോ അയാൾക്ക് മുറിവേൽക്കുകയോ ഒക്കെ ചെയ്താൽ അത് അന്വേഷിക്കേണ്ടതാണ്. ഇനി ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു IPS ഓഫീസർ വരുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള IPS ഓഫീസർമാരെ ഇനി മേലിൽ ഇങ്ങോട്ട് അയക്കരുത് എന്നൊക്കെ ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണറോ പ്രസിഡന്റോ ഒക്കെ പറഞ്ഞാൽ അന്ന് എടുക്കുന്ന ന്യായീകരണം ഇവിടുത്തെ പവിത്രത ഇല്ലാതാക്കി. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നരസിംഹറാവു വന്നപ്പോൾ പോലീസ് ഓഫീസർ ചെരുപ്പിട്ടുകൊണ്ട് സമാധിയിലോട്ട് കയറിയത് കൊണ്ട് പിന്നെ അവിടെ മുഴുവൻ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പരിരക്ഷ അവിടെ കിട്ടും. അതുകൊണ്ട് വേണ്ടി വന്നാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അവരിവിടെ വന്നു കഴിഞ്ഞാൽ ബൂട്ടിട്ടുകൊണ്ട് കയറും, ഇതാന്നൊക്കെ. പക്ഷേ അന്തിമമായ ലക്ഷ്യം അതല്ല. ഈ ഓഫീസർ അവിടെ വന്ന് എന്തെങ്കിലും അന്വേഷിച്ചാൽ ഇപ്പോൾ അറസ്റ്റിലാവേണ്ടുന്ന ആയ പലരും അന്നേ അകത്തായാലും. അപ്പം അത് ഒഴിവാക്കാനായിരിക്കും ഇങ്ങനെയുള്ള ഓഫീസർ. എല്ലാ ഓഫീസർമാരെയും കുറിച്ച് അത് പറയില്ല. കാരണം ചിലർ അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ട് ഫയല് ക്ലോസ് ചെയ്ത് വളരെ വേഗത്തിൽ അവരും കൂടെ രക്ഷപ്പെടും. അപ്പം അതേസമയം വേറെ ചിലർ വന്നാൽ പണി കിട്ടും. അങ്ങനെ പണി കിട്ടും എന്നുള്ള ആളുകൾ വരുമ്പോഴാണ് മേലാൽ ഇതുപോലുള്ളവരെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കൃത്യമാണ്. എന്ന് വെച്ചാൽ മര്യാദക്കാരായ സത്യസന്ധരായവരെ ഇങ്ങോട്ട് അയക്കരുത്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത് പോലെ എഴുതിക്കൊണ്ട് പോകുന്നവരെ അയക്കാവുള്ളൂ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അത് പറയാനുണ്ടായ ധൈര്യം എന്താ? ആ ഏറ്റവും മുകളിൽ പിടിയുള്ളത് കൊണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. ചെറിയ പ്രായത്തിൽ ആദ്യം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ്, രണ്ടാമതും പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നീട് അഡ്വക്കേറ്റ്, പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിന്റെ സ്ഥാനത്താണ്. ഇപ്പൊ ഇവിടെ വേലി തന്നെ വളവ് തന്നെയാന്ന് പറഞ്ഞത് കണക്ക് കുറ്റം ചെയ്യുന്നവനെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള അധികാരം തന്ന ആൾ ഇപ്പൊ അകത്തായി. കിടുവ പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആരാണ്? ഈ ശ്രീ N. വാസു. അപ്പോൾ അദ്ദേഹം അന്ന്
ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇട്ട ഉത്തരവുകളും നടപടികളും അതും അന്വേഷിക്കേണ്ടി വരും. കാരണം ഇത്തരം പശ്ചാത്തലമുള്ള ഒരാളാണ് അന്ന് അത്തരം തീരുമാനങ്ങൾ എടുത്തത്. അതും അന്വേഷണത്തിന് വരും. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായതുപോലും അന്വേഷണത്തിന് വരേണ്ടി വരും. അങ്ങനെ വന്നാൽ ഇനി പോയ വഴിക്കെല്ലാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വലിയ താമസമില്ലാതെ പുറത്തു വരും. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നില്ല, ദുര്യോഗം കേരളത്തിൽ ഉണ്ടാകും. കാരണം ഇതൊന്നും പുറം ലോകത്ത് കേരളത്തിന് മേന്മയുണ്ടാക്കുന്നതല്ല, അയ്യപ്പന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതുമല്ല. അതുകൊണ്ട് അത്തരം കൂടുതൽ, പക്ഷെ സത്യം എന്നായാലും ഒരിക്കൽ പുറത്തു വരണം. അത് വരിക തന്നെ ചെയ്യും. അതിന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം.